ചങ്ങായിമാരെ കുറച്ചു കാലമായിട്ട് നമ്മുടെ നാട്ടിലെ സംഖ്യലുണ്ടല്ല ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ടിപ്പു സുൽത്താനെ ഏറ്റവും വലിയ വർഗീയവാദിയായ ഒരു മുസ്ലിമായിട്ടും സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരോട് മാപ്പ് പറഞ്ഞ് കാല് പിടിച്ച സവർക്കറില്ലേ, സവർക്കർ എന്തോ വലിയ വീരനായിട്ടും പച്ചക്കള്ളം പ്രചരിപ്പിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ ബോധവും വീറുള്ള ചരിത്രകാരന്മാരുണ്ടല്ല, ആ ചരിത്രകാരന്മാര് സംഖ്യയുടെ ഈ ഉടായ്പുണ്ടല്ല പൊളിച്ചന്നേരം തന്നെ കൈ കൊടുക്കാറുണ്ട്. അങ്ങനെ സംഖ്യയുടെ എല്ലാ ഉടായ്പും സ്ഥിരമായിട്ട് പൊളിച്ച് കൈ കൊടുക്കുന്ന ഒരു ചരിത്രകാരനാണ് ശ്രീ ചിത്രൻ. മൂപ്പർ സംഖ്യയുടെ ഈ ഉടായ്പ് പൊളിച്ച് കൈ കൊടുത്തുകൊണ്ട് ടിപ്പു സുൽത്താൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പോരാളിയാണെന്നും സവർക്കർ ഉണ്ടല്ല, സവർക്കർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മാപ്പ് പറച്ചിൽ കാരനാണെന്നുള്ള ചരിത്രം ഉണ്ടല്ല, ആ ചരിത്രം പറയും നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ. പലപ്പോഴും ഇപ്പോൾ ടിപ്പു സുൽത്താനെ പറ്റിയിട്ടുള്ള ചരിത്ര വായനകളിൽ കാണുന്ന ഏറ്റവും വലിയ അപാകത അതാണ്. നിങ്ങൾ തിരിച്ചറിഞ്ഞ ഒന്നുമല്ല വാസ്തവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ടിപ്പുവിനെതിരെയുള്ള മിക്കവാറും കള്ളങ്ങളെല്ലാം പ്രചരിക്കപ്പെടുന്നത്. ഞങ്ങളിതാ സത്യമാദ്യമായി പുറത്തു കൊണ്ടുവരുന്നു എന്ന നിലയ്ക്കാണ് ടിപ്പു മതഭ്രാന്തനാണ്, ടിപ്പു ക്ഷേത്രം പൊളിച്ച ആളാണ്, ടിപ്പുവാണ് ഈ നാട്ടിലെ മുഴുവൻ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളാക്കി മതപരിവർത്തനം നടത്തിയത് എന്നിങ്ങനെ നിങ്ങളെല്ലാവരും കേട്ടിരിക്കാൻ വഴിയുള്ള ടിപ്പുവിനെ കുറിച്ചുള്ള നിരന്തരമായ ടോക്കുകളെല്ലാം ഞങ്ങളിതാ സത്യം പറയുന്നു എന്ന നിലയ്ക്കാണ് അവതരിപ്പിക്കുന്നത്. അത് സത്യത്തിൽ ചരിത്ര ഗവേഷണത്തിൽ വളരെ അബ്സേർഡായ, വളരെ നോൺസെൻസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് ടിപ്പുവിനെ വലിയ തോതിൽ രണ്ട് തരത്തിലാണ് കള്ളങ്ങൾ കൊണ്ട് പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നത്. അതിലൊന്ന് സ്ഥാപിക്കപ്പെടുന്ന കള്ളങ്ങളാണ്, രണ്ടാമതൊന്ന് മായ്ച്ചു കളയപ്പെടുന്ന സത്യങ്ങളാണ്. ഇത് രണ്ടും സാധാരണ നിലയ്ക്ക് രാഷ്ട്രീയ ഹിന്ദുത്വയുടെ രണ്ടു തരം പ്രയോഗങ്ങളാണ്. ഒന്ന് വളരെ കൃത്യമായി തന്നെ അപരവൽക്കരിക്കപ്പെട്ട കള്ളങ്ങൾ നിർമ്മിച്ചെടുക്കുക, തീർത്തും അതേഴ്സിനെ മുൻനിർത്തിക്കൊണ്ടുള്ള കള്ളങ്ങൾ നിർമ്മിക്കുക. മറ്റൊന്ന് ചരിത്ര സത്യങ്ങൾ മായ്ച്ചു കളയുക. ഈ രണ്ട് കാര്യങ്ങളും ടിപ്പുവിന്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്പുവിനെ പറ്റിയിട്ടുള്ള നിർമ്മിക്കപ്പെട്ട ഒരു കള്ളം എന്ന് പറയുന്നത് ടിപ്പു ഒരു വലിയ മതഭ്രാന്തനായിരുന്നു എന്ന കള്ളമാണ്. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ പലപ്പോഴും ടിപ്പുവിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നിരന്തരം അഡ്രസ് ചെയ്തൊരു വിഷയം ഇതാണ്. ഏറ്റവും കൂടുതൽ ടിപ്പുവിനെ കുറിച്ച് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റീഡിങ്ങും അതാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഏത് മതത്തിനെതിരെ പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ ഹിന്ദു മതത്തിനെതിരെ എന്ന ഉത്തരമാണ് പൊളിറ്റിക്കൽ ഹിന്ദുത്വം നൽകുക. ടിപ്പു ജീവിച്ചിരുന്ന കാലത്ത് ഹിന്ദു എന്നൊരു മതത്തെ കൃത്യമായി നിർണ്ണയിക്കുക തന്നെ സാധ്യമല്ല. ഇപ്പൊ ജാതിയെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ ഒരുപാട് വളർന്നു കഴിഞ്ഞൊരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. 18ാം നൂറ്റാണ്ടിന്റെ അന്ത്യകാലത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് ടിപ്പു സുൽത്താന്റെ കാലത്ത് ഹിന്ദു എന്നൊരു മതമില്ല, ജാതി മാത്രമേ ഇവിടെ ഉള്ളൂ. ജാതിയായിരുന്നു സത്യം, ഹിന്ദു എന്ന മതമൊന്നും കൃത്യമായിട്ട് ഈ നാട്ടിലുണ്ടായിരുന്നല്ല. ജാതി എന്ന യാഥാർത്ഥ്യത്തെ ഒന്നിച്ചു കൂട്ടി മതം എന്ന് വായിക്കപ്പെടുന്ന അതിനൊക്കെ എത്രയോ ശേഷം എന്ന ഒരു ബ്രിട്ടീഷ് റീഡിങ്ങും തുടർന്ന് പൊളിറ്റിക്കൽ ഹിന്ദുത്വ റീഡിങ്ങുമാണ് ഈ ഹിന്ദു മതം എന്ന സൃഷ്ടി. അതൊന്നാമത്തെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറാത്തി ഹിന്ദു ആയിട്ടുള്ള പരശുരാം ബാബുവാണ് യഥാർത്ഥത്തിൽ ശൃംഗേരി മഠം ആക്രമിക്കുന്നത്. ശൃംഗേരി മഠത്തിൽ ചെന്ന് ഈ ശാരദാദേവിയുടെ വിഗ്രഹത്തെ പീഠത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നത് മുതൽ അന്നത്തെ നിരക്കനുസരിച്ച് 60 ലക്ഷത്തോളം വിലയുള്ള വസ്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്യുന്നത് ഒരു മുസ്ലിമുമല്ല, അത് മറാത്ത രാജാവിന്റെ പ്രതിനിധിയാണ്. എന്നിട്ട് യഥാർത്ഥത്തിൽ അതിന് നേർക്കാണ് അതിലൊരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ശൃംഗേരി മഠാധിപതി കത്തയക്കുന്നത്. ആ കത്തിന് മറുപടിയായിട്ടാണ് തിന്മ ചെയ്യുന്നവൻ കരഞ്ഞുകൊണ്ട് അതിന്റെ ഫലം കൊയ്യും എന്നൊരു സംസ്കൃത ശ്ലോകമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ടിപ്പുവിന്റെ തിരിച്ചൊരു കത്തുണ്ട്. ടിപ്പു തന്നെ ഒരു സംസ്കൃത ശ്ലോകമൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഒരു കത്ത് ആരംഭിക്കുന്നത്. അങ്ങേപോലുള്ള ഗുരുക്കന്മാരോട് വഞ്ചന ചെയ്യുന്നതിനുള്ള ഫലം അനുഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 200 രാഹിരിയും രൂപയും അതോടൊപ്പം ധാന്യങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് കത്തയക്കുന്നത്. ഞാൻ ഈ രേഖകൾ ഇത്രയും വിശദമായി പറഞ്ഞത് ഈ മതഭ്രാന്തൻ എന്ന നരേഷൻ എത്ര കണ്ട് യാഥാർത്ഥ്യരഹിതമാണെന്ന് തെളിവുകൾ വെച്ച് കൃത്യമായി നിങ്ങൾക്ക് മുന്നിൽ പറയാൻ വേണ്ടി മാത്രമാണ്. അത് കേവലമായ ഒരു വാദമല്ല, മറിച്ച് കൃത്യമായ ഓഥന്റിക്കായ കത്തുകളും തെളിവുകളും ഉള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന്, ടിപ്പുവിനെ പറ്റിയിട്ടുള്ള പ്രചരിപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കള്ളമാണ് ടിപ്പു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര ധ്വംസകനാണ് എന്ന്. ഈ കള്ളം പല രീതിയിലായിട്ട് പലയിടങ്ങളിലായിട്ട് പ്രചരിക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അത് വിശദീകരിക്കാൻ തന്നെ ദീർഘമായ സമയം വേണം. ഞാനൊരു കാര്യം പറയാം, അങ്ങേറ്റത്തെ നോൺസെൻസിലാണ്. ഇപ്പൊ ടിപ്പു പൊളിച്ച ഒരു ക്ഷേത്രത്തിന്റെ ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓലയൊക്കെ മേഞ്ഞ ഒരു ക്ഷേത്രത്തിന്റെ ചിത്രം പ്രചരിപ്പിക്കപ്പെടുന്നത് കണ്ടു. ചരിത്ര പഠനത്തിന്റെ പ്രാഥമിക ധാരണ പോലും ഇല്ലാത്തവരാണ്. ടിപ്പു ഈ ആദ്യമായി ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് 1800കളുടെ ആദ്യ പാദത്തിലാണ്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന കാര്യം ഉണ്ടാവുന്നത് 1799 ടിപ്പു സുൽത്താൻ മരിച്ചു കഴിഞ്ഞു. അപ്പൊ ടിപ്പു ജീവിച്ചിരിക്കുമ്പോൾ ഒരു ക്ഷേത്രം പൊളിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫി ലോകത്ത് തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇത്തരത്തിലുള്ള ഞാൻ പറയുന്ന അത്തരത്തിൽ അബ്സൈഡായ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് കേരളത്തിൽ വലിയ തോതിൽ നിലനിൽക്കുന്ന, കേരളത്തിലും പ്രത്യേകിച്ച് കുടകിലും വലിയ തോതിൽ നിൽക്കുന്ന ഒരു നരേഷനാണ് ടിപ്പു വലിയ തോതിൽ ക്ഷേത്രധ്വംസകനാണ് എന്ന് പറയുന്ന ഒരു നരേഷൻ. കോഴിക്കോടൊക്കെ അത് അതിശക്തമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് 2014 ഇതിനെക്കുറിച്ച് ഗായത്രി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഡോക്ടർ ഗായത്രി, മദ്രാസ് യൂണിവേഴ്സിറ്റിയെ ബന്ധപ്പെട്ട് ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തുകയുണ്ടായി. അവസാനത്തെ ഒരു ഗവേഷണം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അതാണ്. അതിനകത്ത് കാണുന്നത് 3 ക്ഷേത്രങ്ങളാണ് ടിപ്പു നേരിട്ട് ഏതെങ്കിലും നിലയ്ക്ക് ടിപ്പുവിന്റെ പടയോട്ട സമയത്തുള്ള അറ്റാക്ക് ഉണ്ടായി എന്ന് ഏതെങ്കിലും നിലയ്ക്ക് തെളിവുകളുള്ള 3 ക്ഷേത്രങ്ങളാണുള്ളത്. പക്ഷേ ഈ ഇവിടെ ഉള്ള ക്ഷേത്രങ്ങളുടെ അവകാശവാദം അനുസരിച്ച് 2000-ൽ പരം ക്ഷേത്രങ്ങൾ ആക്രമിച്ചായിട്ടാണ് പലപ്പോഴും ആരോപിക്കപ്പെടാറുള്ളത്. പലപ്പോഴും സവർണ്ണ ക്രിസ്ത്യാനികൾ ഈ ആരോപണം ഉന്നയിക്കാറുണ്ട്. അടുത്ത കാലത്ത് ഒരു അച്ഛനൊക്കെ വ്യാപകമായി അങ്ങനെ പ്രസംഗിക്കുന്നൊക്കെ ഒരു വീഡിയോ ഒക്കെ പ്രചരിക്കപ്പെട്ടിരുന്നല്ലോ. ഇതും കണ്ടിരുന്നു. ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷേത്രങ്ങളിൽ ലക്ഷ്യമിട്ടിരുന്നത്, അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ചർച്ച വരികയാണെങ്കിൽ പറയാം, ക്ഷേത്രങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണം എന്നൊക്കെ നമ്മൾ ഈ ചരിത്രത്തിൽ പറയുമ്പോൾ അതിനകത്തൊക്കെ മതമായിരുന്നു, വിശ്വാസമായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നത് പൂർണ്ണമായും തെറ്റായ ഒരു ധാരണയാണ്.
സമ്പത്ത് സ്വരൂപിച്ച് വെച്ചിരുന്ന സ്ഥലമായിരുന്നു പഴയ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ടിപ്പുവിനെ സംബന്ധിച്ചിടത്തോളം ടിപ്പുവിന്റെ യുദ്ധം ഒരു പുതിയ മാതൃകയുള്ള യുദ്ധമായിരുന്നു. പഴയ രീതിയിലുള്ള യുദ്ധ കോപ്പുകൾക്ക് പകരം വലിയ സാമ്പത്തിക ചിലവ് ആവശ്യമുള്ള ആധുനീകരിക്കപ്പെട്ട ഒരു യുദ്ധ സംവിധാനത്തെയാണ് ടിപ്പു മുന്നോട്ട് വെച്ചിരുന്നത്. അതിന് പണം വേണമായിരുന്നു. അപ്പോൾ പണം സ്വരൂപിക്കുക എന്നായിരുന്നു ടിപ്പുവിന്റെ പടയോട്ട സമയത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ. പണം സ്വരൂപിക്കുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു വലിയ സാമ്പത്തിക സ്വരൂപത്തിന്റെ ഭാഗമായി എവിടെയാണോ സമ്പത്തുള്ളത് അത് ആക്രമിക്കപ്പെടും. അത് സ്വാഭാവികമാണ് അന്നത്തെ നിലയ്ക്ക്. അതാണ് നടന്നത്. അത് ക്ഷേത്രങ്ങളിലാണ് കൂട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിൽ നടന്നിട്ടുണ്ട്. അത്രമാത്രമേ അതിനകത്തുള്ളൂ. മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് കള്ളങ്ങളുണ്ട്. ടിപ്പു മുടന്തനാണ് എന്നൊരു ആരോപണമുണ്ട്. ടിപ്പു വിരൂപനാണ്. വിരൂപൻ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചരിത്രപരമായി നിൽക്കുന്നത് അത് വളരെ അനക്ഡോട്ടൽ ആയിട്ടുള്ള കാര്യമാണ്, സൗന്ദര്യമൊക്കെ. പക്ഷേ ടിപ്പുവിന്റെ എന്ന പേരിൽ പ്രചരിക്കപ്പെടുന്ന ഒരു ചിത്രമുണ്ട്. അത് അദ്ദേഹത്തിന്റെ ചിത്രമല്ല, നിങ്ങൾ അറിയേണ്ടതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതെല്ലാം കള്ളമായിട്ടുള്ള കാര്യമാണ്. ടിപ്പുവിനെ ഇവിടെ തിരുവിതാംകൂറിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ടിപ്പുവിന്റെ കാല് മുടന്തായി എന്നൊരു ആരോപണം വ്യാപകമായി വലിയ തോതിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പത്മനാഭ പിള്ള എന്നോ മറ്റോ പറയുന്ന ഒരു ആളാണ് ടിപ്പുവിന്റെ കാലിന് മുടന്തുണ്ടാക്കിയെന്ന്, മരണം വരെ ടിപ്പു മുടന്തനായിരുന്നു എന്നൊക്കെയാണ്. ഇത് ആയക്കോട്ട നെടുങ്കോട്ട യുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധമാണ്. ഇത് ശ്രീധരമേനോനെ പോലെ കേരളത്തിലെ മുൻ ചരിത്രകാരന്മാർക്ക് ഇതൊക്കെ എന്തോ മഹായുദ്ധം എന്ന നിലയ്ക്കൊക്കെ എഴുതി കണ്ടിട്ടുണ്ട്. അതിനകത്ത് ടിപ്പു ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ടിപ്പുവിന്റെ ചെറിയൊരു സൈന്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. ടിപ്പുവിന്റെ ചെറിയൊരു സൈന്യം ആദ്യം ഏറ്റുമുട്ടുന്നുണ്ട്, പരാജയപ്പെടുന്നുണ്ട്. കാരണം തിരുവിതാംകൂറിൽ ഒരു വലിയ സൈന്യം ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ സൈന്യത്തോട് പരാജയപ്പെടുന്നുണ്ട്. അതിനകത്ത് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന വ്യക്തിയെ ഭാഗത്തില്ല. തുടർന്ന് ടിപ്പു ഇത് അറിഞ്ഞതിന് ശേഷം ഏതാണ്ട് 23 ദിവസങ്ങൾക്ക് ശേഷമാണ് ടിപ്പു വരുന്നത്. 1792 സംഭവം. 92 ടിപ്പു വരുന്നു. ടിപ്പു വന്ന് 13 മണിക്കൂറാണ് ആകെ യുദ്ധം നീളുന്നത്. 13 മണിക്കൂറിന് ശേഷം കൃത്യമായി തന്നെ ആ കാലത്തെ ചരിത്രരേഖകൾ അനുസരിച്ച് കോൺവാലിസിന്റെ എഴുത്ത് തന്നെ, ബ്രിട്ടീഷുകാരുടെ എഴുത്ത് തന്നെ, കന്യാകുമാരിയിലേക്കാണ് തിരുവിതാംകൂർ സൈന്യം എന്ന് വെച്ചാൽ തിരുവിതാംകൂറിന്റെ അങ്ങേ അതിർത്തി വരെ തിരുവിതാംകൂർ സൈന്യം ഓടുന്നുണ്ട്. ടിപ്പു വന്ന് 13 മണിക്കൂർ യുദ്ധം കഴിയുമ്പോഴേക്കും. ഇതാണ് ആ യുദ്ധം എന്ന് പറയുന്നത്, ആയക്കോട്ട നെടുങ്കോട്ട യുദ്ധം എന്ന് പറയുന്നത്. ടിപ്പു 2 കോട്ടയും പിടിച്ചെടുക്കുന്നു. അതാണ് നടന്നത്. ഞാൻ പറഞ്ഞ ഇതാണ്. ഇതിനകത്ത് വളരെ പെട്ടെന്ന് നമ്മുടെ കേരളത്തിൽ വന്നൊരു നരേഷൻ, ഇവിടെയുള്ള ഏതോ പത്മനാഭപ്പിൾ ടിപ്പുവിന് മുടന്തനായി, ടിപ്പുവിനിട്ട് വെട്ടി എന്നൊക്കെ പറയുന്ന കഥ. ടിപ്പുവിന് മരണം വരെ മുടന്നിട്ടായിരുന്നില്ല എന്നതിനെ പറ്റി ടിപ്പുവിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളുടെ ചരിത്രരേഖയുണ്ട്. ഞാൻ പറഞ്ഞ ഇങ്ങനെ 100 കൂട്ടം കള്ളങ്ങളുണ്ട്. ഇനി അതിനുള്ള സമയമില്ല. ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഈ സംഭാഷണം അവസാനിപ്പിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ടിപ്പുവിനെ പറ്റി ഇന്ന് നടന്നിരിക്കുന്ന ഈ നരേഷനിലെ ഒരു മാറ്റം, ഈ കഴിഞ്ഞ 8 വർഷത്തെ ഒരു രാഷ്ട്രീയ ഹിന്ദുത്വ ഭരണം നമ്മുടെ ചരിത്ര പഠനത്തിനും നമ്മുടെ ശാസ്ത്രീയ ചരിത്ര പഠനത്തിനും ഏൽപ്പിച്ച വളരെ കടുത്തൊരു ആഘാതമുണ്ട്. അതിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട ചരിത്രരേഖകളിൽ ഒന്നാകെ ടിപ്പു നീക്കം ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഹിസ്റ്ററി കൌൺസിലിന്റെ ചരിത്രരേഖകളുടെ പ്രധാനപ്പെട്ട സ്ക്രിപ്റ്റുകളിൽ നിന്ന് തന്നെ ടിപ്പുവിന്റെ പേര് നീക്കം ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയ്ക്ക് ടിപ്പുവിനെ രേഖപ്പെടുത്തണോ വേണ്ടതുള്ള ചർച്ച മുൻപേ ഉണ്ട്. പക്ഷേ ടിപ്പുവിനെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയവർ എന്ന ലിസ്റ്റിൽ നിന്ന് തന്നെ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തിപ്പെടുന്നു. പാഠപുസ്തകങ്ങൾക്ക് അകത്ത് നിന്ന് ടിപ്പുവിനെ നീക്കം ചെയ്യുന്നു. ഇതിനോടൊപ്പം കാണുന്ന ഒരു കാഴ്ചയാണ്, വലിയ തോതിൽ ടിപ്പുവിന്റെ സ്മാരകമായിരുന്ന മുഴുവൻ സ്ഥലങ്ങളും മാറിക്കഴിഞ്ഞു. ഇപ്പം രംഗനാഥസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ടിപ്പു നിൽക്കുന്നതിന് തൊട്ടടുത്ത് 15 വാര അപ്പുറത്തുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ലാൽ പാലസിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ താഴെയാണ് ഈ പറയുന്ന രംഗനാഥസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ക്ഷേത്രധ്വംസകനാണ് ടിപ്പു എന്ന് വാദിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം. ടിപ്പു താമസിച്ച വീടിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മഹാക്ഷേത്രങ്ങളിൽ നിന്ന് ഒരു കല്ല് പോലും അനക്കിയിട്ടില്ല. ഫ്രെഡറിക് ജെയിംസൺ പറഞ്ഞതുപോലെ ചരിത്രവൽക്കരിച്ച് നമുക്ക് ആരെയും കാണാൻ പറ്റും. അതുകൊണ്ട് ആധുനികനായ ഭരണാധികാരി ഒരു ജവഹർലാൽ നെഹ്റുവിനെ വെച്ച് നിങ്ങൾക്ക് ആധുനിക പൂർവ്വനായ ടിപ്പുവിനെ വിലയിരുത്താൻ പറ്റില്ല. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ആ നെഹ്റുവിന്റെ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന സവർക്കറുമായി നിങ്ങൾ ടിപ്പുവിനെ താരതമ്യം ചെയ്താൽ, നമ്മൾ പറയുന്ന ഈ ആൻഡമാൻ ദ്വീപുകളിൽ നിന്ന് 6 തവണ മാപ്പെഴുതി കൊടുത്ത ഒരു പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന അയാളിൽ നിന്ന് അവസാന നിമിഷവും വെറും നിലത്ത് നിന്ന്, കുതിര വീണിട്ടും വെറും നിലത്ത് നിന്ന് യുദ്ധം ചെയ്ത് 1 മണിക്കൂറോളം 3/4 മണിക്കൂറോളം വെറും നിലത്ത് നിന്ന് യുദ്ധം ചെയ്ത് സാധാരണ പടയാളികൾക്കിടയ്ക്ക് ആരാണ് ടിപ്പു സുൽത്താൻ എന്ന് പോലും അറിയാതെ ബ്രിട്ടീഷുകാരുടെ വെട്ടേറ്റ് വീണ അവസാന നിമിഷം രാജാഖാനെന്ന് ഒപ്പം നിൽക്കുന്ന ആൾ പറയുന്നുണ്ട്, സുൽത്താനാണെന്നൊന്ന് വിളിച്ചു പറയൂ, ഇത് ബ്രിട്ടീഷ് രേഖകളിലുള്ളതാണ്, എന്നാൽ നിങ്ങളുടെ ജീവൻ രക്ഷപ്പെടും. അങ്ങനെ ഞാൻ ടിപ്പുവാണ് എന്ന് വിളിച്ചു പറഞ്ഞ് ജീവൻ രക്ഷപ്പെടുത്താൻ പോലും തുനിയാതെ നേർക്കുനേരെ നിന്ന് യുദ്ധം ചെയ്ത് മരിച്ച ഒരാളെ നിങ്ങൾക്ക് അതിന്റെ 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ആൻഡമാൻ ദ്വീപുകളിൽ നിന്ന് മാപ്പെഴുതിയ ആളുമായിട്ട് എന്ത് താരതമ്യമാണുള്ളത് എന്ന ചോദ്യം തിരിച്ച് അപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നു. കേട്ടല്ലോ, ഇതാണ് ടിപ്പു സുൽത്താന്റെയും സവർക്കറുടെയും ശരിയായ സത്യമായ ചരിത്രം. ശരിക്കും പറഞ്ഞാലുണ്ടല്ല, ടിപ്പു സുൽത്താൻ എന്ന പോരാളിയുടെ പേര് ഉച്ചരിക്കുമ്പോഴല്ല സവർക്കറുടെ പേരുണ്ടല്ല അതിന്റെ കൂടെ ഉച്ചരിക്കാനേ പാടില്ല. പോരാളിയായ ടിപ്പു സുൽത്താൻ ഉണ്ടല്ല സ്വന്തം രാജ്യത്തിനും പ്രജകൾക്കും വേണ്ടിയിട്ടുണ്ടല്ല ബ്രിട്ടീഷുകാരോട് പോരാടി മരിച്ച വീരനാണ്. പക്ഷെ സവർക്കറിനല്ല സ്വന്തം ജീവന് വേണ്ടി സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ ഒറ്റുകൊടുത്ത ഒരു മൊയന്താണ്, വെറും മൊയന്ത്. അതുകൊണ്ട് ടിപ്പു സുൽത്താന്റെ പേരിന്റെ കൂടി ഉണ്ടല്ല മറ്റേ മൊയന്തിന്റെ പേര് ഒരിക്കലും ഉച്ചരിക്കാനേ പാടില്ല. പക്ഷെ ഇതിന്റെ വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയാം, ചരിത്രം പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കുണ്ടല്ല ഇവരുണ്ടല്ല സംഖ്യകൾ എഴുതിയ പുതിയ വൃത്തികെട്ട ചരിത്രമില്ലേ, പച്ചക്കള്ളത്തിന്റെ ചരിത്രം, ആ ചരിത്രമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അതായത് ടിപ്പു സുൽത്താനെ വർഗീയവാദിയായ മുസ്ലിമും മറ്റേ മൊയന്തിന് എന്തോ വീരനായ പോരാളിയായിട്ടാണ് സംഖ്യകൾ പുതിയ ചരിത്രം പഠിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ പോലുള്ളവർ പറയുന്ന, ശ്രീ ചിത്രനെ പോലുള്ള ചരിത്രം അറിയുന്നവർ പറയുന്ന ഈ കാര്യങ്ങളുണ്ടല്ല വരും തലമുറ കേൾക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വരും തലമുറയുണ്ടല്ല സംഖ്യകൾ പറഞ്ഞ പച്ചക്കള്ളം വിശ്വസിക്കാതിരിക്കണമെങ്കിൽ ശരിയായ ചരിത്രം നമ്മുടെ വരും തലമുറയിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ കൂടെ കടമയാണ്. അപ്പോൾ ഒരു ഭയമില്ലാതെ സത്യമായ ചരിത്രം തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ശ്രീ ചിത്രനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.